three different concepts of incidence of taxation. One is specific tax incidence or absolute tax incidence. Second, differential tax incidence, and third is budget incidence. നമ്മൾ ആദ്യം സ്പെസിഫിക് ടാക്സ് ഇൻസിഡൻസ് ഓർ ആബ്സലൂട്ട് ടാക്സ് ഇൻസിഡൻസിനെ കുറിച്ച് നോക്കാം. സ്പെസിഫിക് ടാക്സ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷണൽ ചേഞ്ച് ഇൻ ഇൻകം because of changes happens in the tax policy. There is no changes happens in the expenditure policy. We call it as a specific tax incidence. So a specific tax incidence means a distributional change happens in the income level because of changes happens in the tax policy, and there is no change happens in the expenditure policy. So there is a change happens in a particular tax. It results in change in the distribution of income. Okay. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടാക്സിൽ വന്നിട്ടുള്ള ചേഞ്ച്, പെർട്ടിക്കുലർ ടാക്സ് ഇതിനകത്ത് വന്നിട്ടുള്ള ചേഞ്ച് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകത്തിനകത്ത് ചേഞ്ച് വരുത്തുന്നു. അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ടാക്സ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂഷണൽ ചേഞ്ച് ഇൻ ഇൻകം അത് സംഭവിക്കുന്നത് ടാക്സ് പോളിസിയിൽ വന്നിട്ടുള്ള ചേഞ്ചാണ്. ടാക്സ് പോളിസിയിൽ വരുത്തുന്ന മാറ്റത്തിനനുസരിച്ചാണ് ഡിസ്ട്രിബ്യൂഷണൽ ചേഞ്ചസ് ഹാപ്പൻസ് ഇൻ ഇൻകം ലെവൽ. പക്ഷേ എക്സ്പെൻഡിച്ചർ പോളിസീസിൽ യാതൊരു ചേഞ്ചസും ഇല്ല. എക്സ്പെൻഡിച്ചർ പോളിസി സ്റ്റിൽ കോൺസ്റ്റന്റ്. ഓക്കെ. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നത്, ഇപ്പോൾ ഗവൺമെൻറ് ഡിസൈഡ് ചെയ്യാണ് ഇൻകം ടാക്സ് റേറ്റിൽ കുറവ് വരുത്താനായിട്ട് ഗവൺമെൻറ് ഡിസൈഡ് ചെയ്യണം. അങ്ങനെ ഒരു ഗവൺമെൻറ് ഡിസൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് റവന്യൂവിൽ അതിൻ്റെ കുറവ് സംഭവിക്കും, അല്ലേ? പബ്ലിക് റവന്യൂവിൽ ആ ഫോളോ സംഭവിക്കും. ബിക്കോസ് ടാക്സ് ഈസ് ദ പ്രൈം റവന്യൂ സോഴ്സ് ഓഫ് എവറി ഗവൺമെൻറ്. അപ്പോൾ അങ്ങനെ പബ്ലിക് റവന്യൂവിൽ അങ്ങനെ ഒരു കുറവ് സംഭവിക്കും. പക്ഷേ അതിൻ്റെ വേറൊരു പോസിറ്റീവ് ആയിട്ടൊരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ കൈവശമുള്ള ഇൻകം കൂടും, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഡിസ്പോസിബിൾ ഇൻകം ലെവൽ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഡിസ്പോസിബിൾ ഇൻകം ലെവൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ വസ്തുക്കൾ ഡിമാൻഡ് ചെയ്യപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് ഇൻഫ്ലേഷണറി പ്രഷർ, അല്ലേ? ഇൻഫ്ലേഷണറി പ്രഷർ ഇക്കോണമിയിൽ സൃഷ്ടിക്കും. കാരണം പ്രൈസ് കൂടുതൽ ഡിമാൻഡ് ചെയ്യുമ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. പെട്ടെന്ന് ആളുകളുടെ അടുത്ത് ഡിസ്പോസിബിൾ ഇൻകം വരും. ഇൻകം അതിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡുള്ള ചേഞ്ചസ് സംഭവിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇൻഫ്ലേഷണറി പ്രഷർ ഇക്കോണമിയിൽ ഉണ്ടായിരിക്കും. അത് ഇൻഫ്ലേഷനിൽ വഴിതെളിക്കുകയാണ് ചെയ്യുക. ഇനി ഇവിടെ ടാക്സ് റേറ്റ് റേസ് ചെയ്യുകയാണെന്നിരിക്കുക, ടാക്സ് റേറ്റ് കൂട്ടുകയാണ്. ഇതുവരെ നമ്മൾ ഇപ്പോൾ തൊട്ട് മുമ്പ് കണ്ടത് ടാക്സ് റേറ്റ് കുറയ്ക്കുകയാണ് ചെയ്തത്, ഇൻകം ടാക്സിൽ കുറവ് വരുത്തുകയാണ് ചെയ്തത്. ഇനി ഇൻകം ടാക്സിൽ വർധനവ് വരുത്തുകയാണെങ്കിൽ അത് ഡീഫ്ലേഷണറി പ്രഷർ ആവുകയും ചെയ്യും, അല്ലെ? ഡീഫ്ലേഷണറി പ്രോസസ്സിലേക്ക് വഴിത്തിലേക്ക്. അപ്പോൾ രണ്ടും ഉണ്ട്. ബോത്ത് ഇൻഫ്ലേഷൻ ആൻഡ് ഡീഫ്ലേഷൻ ഇൻഫ്ലുവൻസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. ഓക്കെ. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്, ഒന്ന് ചേഞ്ച് ഹാപ്പൻസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ബിക്കോസ് ഓഫ് ടാക്സ്. Another is incidence due to inflation and deflation. But effects on the distribution in both the situation is called specific incidence. Okay, effects on the distribution due to change in tax and due to inflation and deflation is called a specific incidence. പക്ഷേ ഇതിൻ്റെ മേജർ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്, ഇത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇമ്പാക്റ്റ് ഓഫ് ഇനീഷ്യൽ ചേഞ്ച് ഇൻ ടാക്സ് ആൻഡ് ഇമ്പാക്റ്റ് ഓഫ് ഇൻഫ്ലേഷണറി പ്രഷർ, ഇത് തമ്മിൽ ഇൻകത്തിൽ വന്നിട്ടുള്ള ചേഞ്ച് മനസ്സിലാക്കണമെങ്കിൽ ഇത് രണ്ടും കൂടിയിട്ട് ഇനീഷ്യൽ ചേഞ്ച് ഹാപ്പൻസ് ഇൻ ദ ടാക്സ് ആൻഡ് ഇൻഫ്ലേഷണറി പ്രോസസ് ഓർ ഡിഫ്ലേഷണറി പ്രോസസ് എന്ന് മാറ്റിയെടുക്കുന്നതിന് വലിയ ഡിഫിക്കൽട്ടാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഈ സ്പെസിഫിക്, അല്ലേ, നമ്മളിപ്പോൾ പറയുന്നത് സ്പെസിഫിക് ടാക്സ് ഇൻസിഡൻസ് അല്ലെങ്കിൽ ആബ്സലൂട്ട് ടാക്സ് ഇൻസിഡൻസിൻ്റെ വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഈസ് ഡിഫറൻഷ്യൽ ടാക്സ് ഇൻസിഡൻസ്. ഡിഫറൻഷ്യൽ ചേഞ്ചസ് ഈസ് ബിക്കോസ് ഓഫ് വൺ ടാക്സ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ അനദർ. അതിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ടാക്സ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ഇൻകം ടാക്സിന് പകരമായിട്ട് സെയിം 1 crore ഇൻകം ടാക്സ് പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സൈസ് ഡ്യൂട്ടിയിലേക്ക് ഇതേ വർത്തിനുള്ള
ഇൻകം കിട്ടാവുന്ന രീതിയിൽ എക്സൈസ് ഡ്യൂട്ടിയിൽ ചേഞ്ച് വരുത്താണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് ടാക്സ് ചേഞ്ച് ഡസ് നോട്ട് ഇൻവോൾവ് എനി ഇൻക്രീസ് ഇൻ റവന്യൂ ടു പബ്ലിക് റൂൾസ്. കാരണം അതിൽ മാറ്റങ്ങളില്ല, സെയിം വർത്തിനകത്ത് ചേഞ്ച് വരത്തില്ല. എക്സൈസ് ഡ്യൂട്ടിയിലാണ് ചേഞ്ച് വരുത്തിയിട്ടുള്ളത്. ഇവിടെ വരുന്നത് ഒരു റീഡിസ്ട്രിബ്യൂഷനാണ്. ഹൗസ് ഹോൾഡ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻകം ടാക്സ് കുറഞ്ഞതിൻ്റെ ഗുണം കിട്ടും, ഗെയിൻ കിട്ടും. പക്ഷെ ഹൈ സിഗരറ്റ് പർച്ചേസ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ലോസാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടിയും വരാം അല്ലേ. ടൊബാക്കോ ഗ്രോവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, സിഗരറ്റ് വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ലൂസ് ചെയ്യും, സിഗരറ്റിൻ്റെ ഉള്ള ഉപഭോഗം കുറഞ്ഞു പോവുകയും അത് അവരുടെ ഇൻകം ലെവലിനെ വല്ലാതെ ബാധിക്കുകയും ചെയ്യും. ഇപ്പോൾ മറ്റൊരു സൈഡിൽ നമ്മൾ നോക്കുകയാണ് ഡിസ്പോസിബിൾ ഇൻകം ഓഫ് ദ പീപ്പിൾ. ഇൻകം ടാക്സിൽ കുറവ് സംഭവിച്ചപ്പോൾ, ഇൻകം ടാക്സ് റേറ്റിൽ കുറവ് സംഭവിച്ചപ്പോൾ വാട്ട് ഹാപ്പൻ ടു ദ പീപ്പിൾ? ദെയർ ഡിസ്പോസിബിൾ ഇൻകം ഈസ് ഇൻക്രീസ്ഡ്. ഓക്കെ, അവർ ആദ്യം ഇൻകം ടാക്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിൽ നിന്നൊക്കെ വളരെ കുറവ് സംഭവിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഡിസ്പോസിബിൾ ഇൻകം ഓഫ് ദ പീപ്പിൾ ഇൻക്രീസ് ചെയ്യും ദ ഡിമാൻഡ് ഫോർ പ്രോഡക്ട്സ്. അവർ ഏത് പ്രോഡക്റ്റുകളെയാണോ ഡിമാൻഡ് ചെയ്യപ്പെടുന്നത് ആ പ്രോഡക്റ്റുകളുടെ സെല്ലിംഗ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഗെയിൻ അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ഡ്യൂ ടു ദിസ് ഇന്റർഡിപെൻഡന്റ് ചേഞ്ചസ് the state of distribution of income in the economy undergoes vast changes. Right? Resulting change in distribution of income compared to the initial distribution of income is referred as differential incidence. Right? The change in distribution of income compared to the initial distribution of income is referred as differential incidence. ഈ ഡിഫറൻഷ്യൽ ഇൻസിഡൻസിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ടാക്സ് ഇൻസിഡൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ. ഇറ്റ് കംസ് ക്ലോസ് ടു ദ എസെൻഷ്യൽ പർപ്പസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ടാക്സ് പോളിസി ഇൻ റിയാലിറ്റി. അപ്പോൾ എവരി ടാക്സ് പോളിസി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് കണ്ടെത്തണം എന്നാണ് പറയുന്നത്. റവന്യൂ റേസ് ചെയ്യാനായിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് കണ്ടെത്തേണ്ടതായിട്ട് വരും അല്ലേ. ഒരു പെർട്ടിക്കുലർ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2-3 അതർ സോഴ്സസുകളെങ്കിലും കണ്ടെത്തേണ്ടതായിട്ട് വരും. അപ്പോൾ മസ്ഗ്രേവ് പറയുന്നത് ദ മെയിൻ പ്രോബ്ലം ഇൻ എനി ടാക്സ് പോളിസി ഈസ് വൺ ഓഫ് ഡിഫറൻഷ്യൽ ഇൻസിഡൻസ് അല്ലേ. ഡിഫറൻഷ്യൽ ഇൻസിഡൻസിൽ നമ്മൾ പറഞ്ഞത് ഡിസ്ട്രിബ്യൂഷണൽ ചേഞ്ചസ് ദാറ്റ് റിസൾട്ട്സ് ആസ് one tax is substituted for another. One tax is substituted for another is referred to as differential tax incidence. ഉദാഹരണം കൊടുത്തത് ഗവൺമെന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഇൻകം ടാക്സ് വർത്ത് ₹1 crore വിത്ത് എ സിഗരറ്റ് എക്സൈസ് ഡ്യൂട്ടി ഓഫ് സെയിം വർത്ത്. ഓക്കെ, സ്പെസിഫിക് എക്സ്പെൻഡിച്ചർ ഇൻസിഡൻസ്. ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷണൽ ഇഫക്റ്റ് ഇവിടെ സംഭവിക്കുന്ന റിസൾട്ട്സ് ഓഫ് എ ചേഞ്ച് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഇവിടെ ടാക്സ് പോളിസി റിമൈനിങ് ദ സെയിം. ഓക്കെ, അതിനെയാണ് നമ്മൾ സ്പെസിഫിക് എക്സ്പെൻഡിച്ചർ ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഇത് ഈസ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് ദ ഇഫക്ട്സ് ഓഫ് ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ. സ്പെസിഫിക് ടാക്സ് ഇൻസിഡൻസ് പോലെ തന്നെ ഇത് അസോസിയേറ്റഡ് വിത്ത് ദ ഇഫക്ട്സ് ഓഫ് ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ. ഡിഫറൻഷ്യൽ എക്സ്പെൻഡിച്ചർ ഇൻസിഡൻസ് ആണ് refers to the resultant change in distribution of income when public expenditure policy is changed under conditions of balanced budget so as to avoid inflation and deflation. Okay, public expenditure policies il varuna change അനുസരിച്ച് distribution of income ത്തിൽ ചേഞ്ച് സംഭവിക്കുകയാണ്. അണ്ടർ കണ്ടീഷൻസ് ഓഫ് ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് കൃത്യമായിട്ട് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇൻ ഓർഡർ ടു അവോയ്ഡ് ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ. അപ്പോൾ ഒരു വൺ ഡയറക്ഷനിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അനദർ ഡയറക്ഷനിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ കുറയ്ക്കും. അതാണ് ഇവിടെ പറഞ്ഞത് ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ്റെ ഒരു പ്രഷർ ഇക്കോണമിയിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് ഇത് ശ്രദ്ധിക്കും. ഓക്കെ, ആൻഡ് ഇൻക്രീസ് ഇൻ അതാണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ബാലൻസ്ഡ് ബഡ്ജറ്റ്, വെൻ ദ ബഡ്ജറ്റ് ഈസ് ബാലൻസ്ഡ് an increase in public expenditure in one direction is compensated by a decrease in public expenditure in another direction. ഇനി ബഡ്ജറ്റ് ഇൻസിഡൻസ് ആണ്. ഈ കോൺസെപ്റ്റ് പറയുന്ന സൈമിൾട്ടേനിയസ് ചേഞ്ച് ഹാപ്പൻസ് ഇൻ ടാക്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ പോളിസി ഓഫ് ദ ഗവൺമെന്റ്. സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള ചേഞ്ച് ഇവിടെ സംഭവിക്കുന്നുണ്ട്. ടാക്സിലും എക്സ്പെൻഡിച്ചർ പോളിസിയിലും സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള ചേഞ്ച് വരുന്നു.
ഇപ്പോൾ ബഡ്ജറ്റ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ചസ് ഹാപ്പൻസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം റിസൾട്ട്സ് ഫ്രം എ സൈമിൾട്ടേനിയസ് ചേഞ്ച് ഇൻ ടാക്സ് പോളിസി ആൻഡ് എക്സ്പെൻഡിച്ചർ പോളിസി. രണ്ടിലും വന്നിട്ടുള്ള ചേഞ്ചാണ്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഈ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യാനായിട്ട് അല്ലേ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇറ്റ്സ് ടാക്സ് ഫംഗ്ഷൻ ഷുഡ് ബി ചേഞ്ച് ടു ഒബ്റ്റെയിൻ അഡീഷണൽ റവന്യൂ. ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ പാറ്റേണിൽ വർധനവ് വരുത്താനായിട്ട് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടത് അഡീഷണൽ ആയിട്ടുള്ള റവന്യൂ സോഴ്സ് കണ്ടെത്തണം അല്ലേ. അല്ലാതെ എങ്ങനെയാണ് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാനായിട്ട് പറ്റുക? അപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള ഒരു റവന്യൂ അവിടെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അതെ, ഓക്കെ. ഇത് ഡിസ്ട്രിബ്യൂഷണൽ ചേഞ്ച് സംഭവിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത് 2% സർചാർജ് അപ്പോൺ പേഴ്സണൽ ആൻഡ് കോർപ്പറേറ്റ് ഇൻകം ടാക്സിൽ ഗവൺമെൻറ് കൊണ്ടുവരികയാണ് in order to raise adequate revenue to meet additional expenditure of rehabilitation അല്ലെ, പുനരധിവാസ പാക്കേജുകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആണ് ഇവിടെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അഡീഷണൽ എക്സ്പെൻഡിച്ചറാണ്. അഡീഷണൽ എക്സ്പെൻഡിച്ചർ അഡീഷണൽ ആയിട്ടുള്ള റവന്യൂ കണ്ടെത്തേണ്ടതായിട്ട് വരും. അതാണ് ഈ സൈമിൾട്ടേനിയസ് ചേഞ്ചസ് എന്ന് പറയുന്നത്. സൈമിൾട്ടേനിയസ് ചേഞ്ച് ഇൻ ടാക്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ പോളിസി ഓഫ് ഗവൺമെൻറ്, അതാണ് ബഡ്ജറ്റ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ മസ്ഗ്രേവ് പറയുന്നത് പബ്ലിക് ഫിനാൻസ് ഇൻ തിയറി ആൻഡ് പ്രാക്ടീസിലെ അദ്ദേഹം ഒരു അനദർ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് യൂസിലെ ഇത് ഡോളർ വെച്ച എക്സാമ്പിളാണ്. ഡിസ്പോസിബിൾ ഇൻകം ഓഫ് ഇൻഡിവിജ്വൽസ് ഫാൾസ് ബൈ $10 അല്ലേ. റവന്യൂ ഗവൺമെൻറ് ഇൻക്രീസസ് ബൈ സെയിം പെർസെൻറ്റേജ് അല്ലേ. ഡിസ്പോസിബിൾ ഇൻകം ഓഫ് ഇൻഡിവിജ്വൽ ഫോളോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടാക്സിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം അല്ലേ. ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇൻകം ലെഫ്റ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. അങ്ങനെയാണ് ഡിസ്പോസിബിൾ ഇൻകത്തിൽ കുറവ് സംഭവിച്ചുവെങ്കിൽ അവിടെ ടാക്സബിളായിട്ട് ഇൻകം കുറേ പോയിട്ടുണ്ടാകും, അത് റവന്യൂ ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് വരും. ഇനി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ടു ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് കുറയും, കാരണം ഡിസ്പോസിബിൾ ഇൻകം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ടു ഗവൺമെൻറ് റേസ് ചെയ്യും. ഇൻഡിവിജ്വൽസിന് വേണ്ടിയിട്ടുള്ള ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞെങ്കിൽ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷൻ കൂട്ടിയിട്ടുണ്ടായിരിക്കും. ബെനിഫിറ്റ്സ് ഫ്രം ഗവൺമെൻറ് സർവീസസ് റേസ്, ബെനിഫിറ്റ്സ് ഫ്രം പ്രൈവറ്റ് ഗുഡ്സ് ഫോൾ. അപ്പോൾ ഒന്നിൽ വർധനവ് വരുന്നു, മറ്റൊന്നിൽ കുറവ് വരുന്നു, ഒന്നിൽ വർധനവ് വരുന്നു, മറ്റൊന്നിൽ കുറവ് വരുന്നു. അപ്പോൾ എപ്പോഴും ഒരു ബാലൻസിങ് ഉണ്ട്. സൈമിൾട്ടേനിയസ് ചേഞ്ചസ് ഹാപ്പൻസ് ഇൻ ദ ടാക്സ് പോളിസി ആൻഡ് ദ എക്സ്പെൻഡിച്ചർ പോളിസി എന്ന് പറയുന്നതാണ്. അപ്പോൾ കമ്പൈൻഡ് ഇഫക്റ്റ് ഓഫ് ദീസ് 6 ചേഞ്ചസ് ഓൺ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഈസ് കോൾഡ് ബഡ്ജറ്റ് ഇൻസിഡൻസ് അക്കോർഡിംഗ് ടു മസ്ഗ്രേവ് ആൻഡ് മസ്ഗ്രേവ്. അപ്പോൾ ബഡ്ജറ്റ് ഇൻസിഡൻസിന് അദ്ദേഹം പറയുന്നത് തന്നെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഓഫ് excluding the distributional effects of inflation and deflation. അത് സംഭവിക്കില്ല, കാരണം ഹിയർ ദർ ഈസ് എ ബാലൻസിങ്. മേജർ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ഇൻവോൾവ്സ് ദ കമ്പൈൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ പോളിസി. കമ്പൈൻ ചെയ്തു എന്നുള്ള ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്, കാരണം ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡിറ്റർമൈൻ വിച്ച് ചേഞ്ചസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഡ്യൂ ടു ചേഞ്ച് ഹാപ്പൻസ് ഇൻ ദ ടാക്സ് പോളിസി, വിച്ച് ചേഞ്ചസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഡ്യൂ ടു ചേഞ്ചസ് ഹാപ്പൻസ് ഇൻ ദ എക്സ്പെൻഡിച്ചർ പോളിസി. അങ്ങനെ ഒരു ഡിറ്റർമിൻ ചെയ്യാനായിട്ടുള്ള ഇമ്പോസിബിലിറ്റിയാണ് ഇതിൻ്റെ വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ തന്നെ പറയുന്നു ദ കോൺസെപ്റ്റ് ഈസ് ക്യാൻ ബി ഓൺലി അപ്ലൈഡ് ഓൺലി വെൻ ദർ ഈസ് എ കറസ്പോണ്ടിങ് ചേഞ്ചസ് ഹാപ്പൻസ് ഇൻ ദ എക്സ്പെൻഡിച്ചർ പോളിസി ഓഫ് ഗവൺമെൻറ് ആസ് വെൽ. കൺക്ലൂഷനായിട്ട് പറയുന്നത് മസ്ഗ്രേവ് പറയുന്നത് ദ കോൺസെപ്റ്റ് ഓഫ് ഡിഫറൻഷ്യൽ ഇൻസിഡൻസ് ഈസ് ദ മോസ്റ്റ് യൂസ്ഫുൾ ആൻഡ് ഓപ്പറേഷണൽ. അതിനുശേഷം അദ്ദേഹം പറയുന്നത് ബാലൻസ്ഡ് ബഡ്ജറ്റ് ഇൻസിഡൻസ് ആണ് കുറേയും ബെറ്റർ ആയിട്ടുള്ള അനദർ കോൺസെപ്റ്റ്. സ്പെസിഫിക് ടാക്സ് ഇൻസിഡൻസിന് അദ്ദേഹം ലീസ്റ്റ് പ്രിഫറബിൾ ആയിട്ടുള്ള ഒന്നായിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ. അതിൻ്റെ വലിയൊരു ഡിസഡ്വാൻറ്റേജ് പറയുന്നത് ഇൻഫ്ലേഷൻ ഡിഫ്ലേഷണറി പ്രഷറുകൾ വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.